ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ എളുപ്പം പഠിക്കാവുന്ന കുറച്ച് മാജിക് ട്രിക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ രണ്ട് തരത്തിലുള്ള മാജിക്കുകളുണ്ട്. ഒന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന, നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന മാജിക് ഉണ്ട്. രണ്ടാമത് നമ്മൾ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ്സ് വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാവുന്ന മാജിക്കുകളുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് തരത്തിലുള്ള മാജിക്കുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ഏത് മാജിക് ആണെങ്കിലും അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കാണികളുടെ മുമ്പിൽ അവതരിപ്പിക്കാവൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കാണികളുടെ മുമ്പിലേക്ക് കാണിക്കുക. ഒന്നാമത്തെ ഐറ്റം നമ്മൾ കാണിക്കുന്നു. നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു മാജിക്കാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 3 പ്ലാസ്റ്റിക് കപ്പുകൾ വേണം. അതുപോലെ തന്നെ 3 ബോളുകൾ വേണം. അപ്പോൾ ഏതെങ്കിലും നമുക്ക് 3 ഇതുപോലുള്ള സ്പോഞ്ചിൻ്റെ ഏതെങ്കിലും ബോളുകൾ വേണം. ഓക്കെ, ഇനി നമ്മളിതാ ഈ പ്ലാസ്റ്റിക് കപ്പ് ഞാനിങ്ങനെ ഇവിടെ കമഴ്ത്തി വെക്കുകയാണ്. ഓക്കെ, ഇനി ആദ്യത്തെ ബോളാണ് ഞാൻ എടുക്കുന്നത്. അത് ഞാനിതാ ഈ നടുവിലുള്ള കപ്പിന് മേലെ വെച്ചു. ഈ ബാക്കി 2 കപ്പുകൾ ഇതിൻ്റെ മേലെ മൂടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മാജിക് സംഭവിക്കാൻ പോകുന്നു. റെഡി? ഓക്കെ, ആ ബോൾ താഴെ എത്തിയിരിക്കുകയാണ്. ഇനി നോക്കാം, ഇതുപോലെ ഞാൻ വീണ്ടും ഈ കപ്പുകൾ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബോൾ എടുക്കുന്നു. ഇതുപോലെ കപ്പ് കൊണ്ട് മൂടി ഒരു പെനിട്രേറ്റിംഗ് ബോളായിട്ടാണ് ഇത് മാറുന്നത്. നോക്കാം. റെഡി? ഇപ്പോൾ 2 ബോളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഇതാ മൂന്നാമത്തെ ബോൾ കപ്പിന് മേലെ വെച്ചു. റെഡി? മൂന്ന് കപ്പുകൾ. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ മാജിക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ ആളുകൾക്കും ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ടുള്ള മാജിക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനതിൻ്റെ രഹസ്യം പറയുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ഈ നടുവിലത്തെ കപ്പിനകത്ത് ഉള്ള ഈ എക്സ്ട്രാ ബോളാണ്. അപ്പോൾ ഈ എക്സ്ട്രാ ബോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് അടുത്ത കപ്പ് കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടാണ് കാണിക്കുന്നത്. ഇതിനകത്തുള്ള ബോൾ ഒരിക്കലും കാണികൾ കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 3 കപ്പുകൾ ഇതുപോലെ വെച്ച് ഈ 3 ബോളുകൾ ഇതിനകത്ത് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ടേബിളിലോട്ട് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ബോളുകൾ മാറ്റി വെക്കുന്നു. ഈ കപ്പുകൾ കമഴ്ത്തി വെക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇങ്ങനെ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള ബോൾ കാണികൾ കാണാൻ പാടില്ല. ഇവിടെയാണ് ഫസ്റ്റ് ബോൾ ഉള്ളത്. ഇനി നോക്കാം, ഞാൻ ആദ്യത്തെ ബോൾ എടുക്കുന്നു. ഈ നടുവിലെ കപ്പിൻ്റെ മേലെയാണ് വെക്കുന്നത്. ബാക്കി 2 കപ്പുകൾ ഇതുപോലെ മൂടുന്നു. ഇങ്ങനെ ഒരു മാജിക് ജസ്റ്റേഴ്സ് കാണിക്കുന്നു. അപ്പോൾ ഈ ബോൾ താഴെ വന്നതായിട്ട് കാണുന്നു. യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ബോളാണ് താഴോട്ട് വന്നത്. ഇനി നോക്കാം, അടുത്തായിട്ട് നമ്മളിങ്ങനെ കപ്പ് കൊണ്ട് മൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു ബോളുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ മൂടി വെക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നോക്കാം, അടുത്ത ബോൾ എടുക്കുന്നു. ഈ കപ്പിൻ്റെ മേലെ മൂടുന്നു, കാണിക്കുന്നു. അപ്പോൾ 2 ബോളുകൾ വരുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ 2 ബോളുണ്ട്. ഇനി നമ്മളിതുപോലെ ഇങ്ങനെ കപ്പ് ഇങ്ങനെ മൂടുന്നു. ഇത് നമ്മൾ മൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കപ്പിനകത്ത് ഒരു എക്സ്ട്രാ ബോളുണ്ട് അല്ലേ, നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ള ബോളുണ്ട്. ഇങ്ങനെ വെക്കും. ഓക്കെ, ഇനി ഈ ബോൾ എടുത്ത് മേലെ വെച്ചു. ഇതുകൊണ്ടിങ്ങനെ മൂടിയിട്ട് ഒരു മാജിക് ചെയ്താൽ 3 ബോളുകളും താഴെ. ഒരു 3 കാർഡുകൾ കൊണ്ടുള്ള ഒരു മാജിക്കാണ് ഞാൻ നിങ്ങളെ അടുത്തതായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിലാദ്യം ഞാൻ നിങ്ങളെ ഇതിൻ്റെ പെർഫോമൻസ് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ ഈ 3 കാർഡുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, ഈ കാർഡുകളിൽ ഇതേതൊക്കെയാണ് കാർഡുകൾ എന്നാണ് സാർ പറയേണ്ടത്. ഓക്കെ, ഞാനത് നിങ്ങളെ കാണിക്കാം. ഏതൊക്കെയാണ് കാർഡുകൾ? 7, 8, 9. ഓക്കെ, അപ്പോൾ ഈ കാർഡുകൾ ഒന്നുകൂടെ നോക്കാം. 7, 8,
9 3 കാർഡുകളുണ്ട്. ഇനി ഈ കാർഡിൽ മിഡിലുള്ള കാർഡ് ഏതായിരുന്നു? 8. ഓക്കെ, ഈ കാർഡ് സാറൊന്ന് എടുത്തിട്ട് ഈ ടേബിളിൽ വെക്കണം. ഈ കാർഡ് 8 കാർഡ്. ഓക്കെ, താഴെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എത്ര കാർഡ്സ് ഉണ്ട്? 2 കാർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 7 and 9. 7 and 9 ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാർഡുകൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന കാർഡ് ഏതാ? 8 ആണ്. ഇനി ഇതിനെന്ത് മാജിക്കാണ് സംഭവിക്കുന്നത് നോക്കാം. റെഡി? ഒന്ന് എടുത്ത് നോക്കൂ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ജോക്കർ ഉണ്ടോ? ഇനി ഞാൻ ഈ ട്രിക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ട്രിക്കിൻ്റെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. ഇപ്പോൾ നോക്കാം, ഇതിനകത്ത് 3 കാർഡുകളാണുള്ളത്. അപ്പോൾ ഈ 3 കാർഡിൽ ഒരു കാർഡ് നമ്മൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്യണം. ഒരു 7 ഓഫ് ക്ലബ്സിൽ നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഞാനൊരു 8 ഓഫ് ക്ലബ്സിൻ്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സെല്ലോ ടാപ്പ് കൊണ്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈ കാർഡുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 9 ഓഫ് ക്ലബ്സ്, ഒരു സാധാ കാർഡ്, പിന്നെ ഒരു ജോക്കർ. ഇങ്ങനെ 3 കാർഡുകളാണ് വേണ്ടത്. അതിൽ ഇതാണ് നമ്മുടെ കാണികൾ കാണാത്ത കാർഡ്. അപ്പോൾ നോക്കാം ഈ കാർഡുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ ജോക്കറിനെ ഈ ഫ്ലിപ്പിൻ്റെ ഇടക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെക്കുക. കറക്റ്റിൽ ഇതിൻ്റെ കാർഡ് പോലെ തന്നെ തോന്നണം. അതിനുശേഷം ഈ 9 കൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ഇങ്ങനെ മൂടി വെക്കും. ഒരു കാരണവശാലും കാണികൾ ഈ ഭാഗം കാണാൻ പാടില്ല. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാർഡ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഇങ്ങനെ മറച്ചിട്ടാണ് ഈ കാർഡുകൾ വെക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാണികളെ കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. എന്നിട്ട് അവരോട് ചോദിക്കുന്നു 7, 8, 9 ഏതൊക്കെയാണ് കാർഡുകളെന്ന് ചോദിക്കുന്നു. നമ്മളതിനെ ഇങ്ങനെ തിരിച്ച് കാണിക്കാം. അപ്പോൾ ഈ കാർഡുകൾ 3 കാർഡുകളുണ്ട്. 7, 8, 9 ഉണ്ട്. കാണികളോട് മിഡിൽ കാർഡ് ഏതാണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് പതുക്കെ അവരോട് ഇങ്ങനെ തന്നെ കമഴ്ത്തി പിടിച്ചിട്ടാണ് എടുത്ത് ടേബിളിലോട്ട് വെക്കാൻ പറയുന്നത്. അതൊരിക്കലും അവർ തുറന്നു നോക്കാൻ പാടില്ല, അതൊരിക്കലും തുറക്കാൻ പാടില്ല. പിന്നെ ഈ 2 കാർഡുകൾ, ഒരു കാർഡ് ഇങ്ങനെ വെച്ചിട്ട് അടുത്ത കാർഡ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വെക്കേണ്ടത്. എന്നിട്ട് പതുക്കെ അവരോട് ചോദിക്കുന്ന ഏതൊക്കെ കാർഡുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ 7, 9 ബാക്കിയുണ്ട്. ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഈ ഭാഗം നമ്മൾ മറച്ചു വെക്കണം. മറ്റേ കാർഡിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ ചിലപ്പോൾ പുറത്തേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ മറച്ചു വെച്ചിട്ടാണ് കാണിക്കേണ്ടത്. ഇനി ഈ 2 കാർഡുകൾ വേഗം തന്നെ നമ്മുടെ പോക്കറ്റിലോട്ട് ഇടണം. ഇത് ടേബിളിൽ വെക്കാൻ പാടില്ല, ഉടനെ തന്നെ പോക്കറ്റിലോട്ട് മാറ്റും. പിന്നെ ഈ കാർഡ് ഒരു മാജിക് ഒക്കെ കാണിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ അവരെ കൊണ്ട് തന്നെ തുറപ്പിക്കാം. അപ്പോൾ ഇത് ജോക്കറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതാണ് രണ്ടാമത്തെ ട്രിക്ക്. അടുത്തത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മാജിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ എൻ്റെ കയ്യിലൊരു ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. ഞാൻ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്യുന്നു. ഓക്കെ, നന്നായിട്ടിത് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഓർഡറുകളൊക്കെ മാറിയിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്യാം. നോക്കാം. ഓക്കെ, ഇപ്പോൾ കാർഡുകൾ നന്നായി ഷഫിൾ ആയിട്ടുണ്ട്. ഇനി ഈ കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് ഒന്ന് സെലക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കാർഡ് സാർ, ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഏത് കാർഡ് വേണമെങ്കിൽ. ഓക്കെ, ആ കാർഡ് സാറ് എന്നെ കാണിക്കരുത്, അത് ക്യാമറയെ കാണിക്കാം. ഇനി ഞാൻ ഈ കാർഡ്സ് ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നു. അപ്പോൾ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഈ കാർഡ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡ് ഇതിൻ്റെ മേലെ വെക്കും. ഓക്കെ, ഞാൻ ബാക്കിയുള്ള കാർഡുകൾ അതിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം. ഇനി ഈ കാർഡിൽ നിന്ന് ഞാൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കാർഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ എടുത്ത കാർഡ് ഏതാണ്? ഇതല്ല, ഇത് അല്ലാന്ന് തോന്നുന്നു.
ഇതുമല്ല. ഓക്കെ, നോക്കട്ടെ. ഇതല്ല. ഓക്കെ, ഇതുമല്ല. ഇതാവാൻ സാധ്യതയില്ല. ഓക്കെ, ഇതാവാൻ സാധ്യതയില്ല. ഏതാണ് കാർഡ് എന്നുള്ളത് മൈൻഡിൽ ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, റെഡി. ഈ കാർഡല്ല എടുത്തല്ലേ? ഓക്കെ, യെസ്, താങ്ക് യു. ഇനി ഇതിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ കാർഡിലാണ്. ഏറ്റവും അവസാനം നമ്മൾ എടുക്കുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് ഒരു ഡബിൾ കാർഡാണ്. അതായത് ഏതെങ്കിലും രണ്ട് കാർഡുകൾ എടുത്തിട്ട് ഇവിടെ ഗം തേച്ചിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കുന്ന ഒരു കാർഡാണ്. യഥാർത്ഥത്തിൽ ഈ കാർഡ് നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ കട്ടി, അതിൻ്റെ തിക്നെസ് നമുക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ കാർഡ് എന്ത് ചെയ്യണം? ഈ ഡെക്കിൻ്റെ ഏറ്റവും താഴെ വെക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാർഡ് ജോക്കറാണ്. അപ്പോൾ വേഗത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ജോക്കറാണ് ബാക്കിലുള്ള. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഷഫ്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. ഇതിന് സാധാരണ നമ്മൾ കാർഡ് മാജിക്കിൽ ഹിന്ദു ഷഫിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ മേലുള്ള കാർഡുകൾ മാത്രമാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. മേലുള്ള കാർഡുകൾ മാത്രം എടുക്കുന്നു. താഴെയുള്ള കാർഡുകൾക്കൊന്നും സംഭവിക്കുന്നില്ല. താഴെയുള്ള കാർഡ് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, മേലുള്ള കാർഡുകൾ ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം ഇവിടെ ബോട്ടം കാർഡിനെ മേലെത്തിക്കുന്നു. പിന്നെ ഒന്നുകൂടെ ഷഫിൾ ചെയ്യുന്നു പറഞ്ഞിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ ടോപ്പ് കാർഡാണ്, ജോക്കർ. അതാണ് താഴെ വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാർഡുകൾ ജസ്റ്റ് ഇങ്ങനെ മേലെ ഷഫിൾ ചെയ്ത് വെച്ചു. ഇനി കാണികൾ ഒരാളോട് ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാൻ പറയും. സാർ ഒരു കാർഡ് എടുക്കും. ഏതെങ്കിലും ഒരു കാർഡ് എടുത്തു. ഓക്കെ, ആ കാർഡ് അവരോട് നോക്കാൻ പറയാം. ഇപ്പോൾ അവർ എടുത്തിട്ടുള്ള കാർഡ് 8 ഓഫ് ക്ലബ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഷഫിൾ ചെയ്യുന്നത്. അത് ബോട്ടം കാർഡ് ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഷഫിൾ ചെയ്തു. ഇപ്പോൾ അവർ പെട്ടെന്ന് സ്റ്റോപ്പ് പറയുന്നു. ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞു വിചാരിക്കാം. സാർ ഇവിടെ കാർഡ് എടുത്തു പോകും. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ജോക്കർ ഇതിൻ്റെ മേലെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ഷഫിൾ കൊടുത്തിട്ട് നമുക്ക് വേഗം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളത് കുറച്ചും കൂടെ അതായത് എന്തൊരു ഡ്രാമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഈ കാർഡല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഈ കാർഡുകൾ ഇങ്ങനെ നോക്കി. ഓക്കെ, ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ അവസാനം നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഈ നമ്മുടെ രഹസ്യ കാർഡുണ്ട് അല്ലേ, സീക്രട്ട് കാർഡ്, അത് നമുക്ക് വേഗത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇതാണ് ജോക്കർ. അപ്പോൾ ഈ കാർഡ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത കാർഡായിരിക്കും കാണികൾ സെലക്ട് ചെയ്തിട്ടുള്ള കാർഡ്. ഇതാണ് ഈ. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള മാജിക് ട്രിക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു വേദിയിൽ കാണിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കപ്പുകളോ അല്ലെങ്കിൽ കാർഡുകളോ നമ്മുടെ കയ്യിലുണ്ടാവണം എന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണികളോട് ഒരു കോയിൻ വാങ്ങിയിട്ട് നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നോക്കാം, ഞാൻ ആദ്യം ഇതിൻ്റെ പെർഫോമൻസ് കാണിക്കുകയാണ്. ഓക്കെ, 2 രൂപയുടെ കോയിനാണുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കോയിൻ ഈ കയ്യിലേക്ക് മാറ്റുന്നതാണ്. ശ്രദ്ധിക്കണം, എന്നോട് നോക്കാം. ഈ കോയിൻ ഞാൻ ഈ കയ്യിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു മാജിക് സംഭവിക്കുകയാണ്. ഇവിടെയാണ് കോയിനുള്ളത്. ഇനി ഈ മാജിക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കോയിൻ കയ്യിലെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം ഈ കയ്യിലേക്ക് ഇടുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കാണികളെ ഈ കയ്യിലേക്ക് ഇട്ടിട്ട് ബോധ്യപ്പെടുത്തണം ഇവിടെ ഇങ്ങോട്ടാണ് ഇടുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കൈയിൻ്റെ ഈ അകത്തായിട്ട് അല്ലേ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ രഹസ്യം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നതായിട്ട് ആക്ഷൻ കാണിക്കണം. യഥാർത്ഥത്തിൽ കോയിൻ എൻ്റെ റൈറ്റ് ഹാൻഡിൽ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് പതുക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു.